വീണ്ടും ഹബീബ് പറയുന്നു ഉമ്മായെ ഉപദ്രവിക്കുന്ന മക്കൾ ജീവിക്കുന്ന കാലം വന്നാൽ തിരുവനന്തപുരം ജില്ലയിലെ ഒരു മസ്ജിദിന്റെ മുമ്പില് 20 വർഷത്തോളം മാംസപിണ്ഡമായ ഒരു മനുഷ്യൻ കഴിഞ്ഞുകൂടിയിരുന്നു. വലത്തെ കൈ മുറിക്കപ്പെട്ട് ഇടത്തെ കൈ മുറിക്കപ്പെട്ട് വലത്തേക്കാൾ ഛേദിക്കപ്പെട്ട ഇടത്തേക്കാൾ ഛേദിക്കപ്പെട്ട ആ മനുഷ്യന്റെ ബാക്ക്ഗ്രൗണ്ടിനെ അന്വേഷിച്ചു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ് എന്താണ് സംഭവമെന്നറിയുമോ? സ്വന്തം വളർത്തിയ ഉമ്മായെ ചവിട്ടിയ മോനാണ്. ആ കാല് തന്നെ ആദ്യമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രോഗം കൊടുത്തു മുറിച്ചു. കുല്ലു ദുനൂബി യുഅഖിറു ലിസാഹിബിഹി ഇലാ യൗമിൽ ഖിയാമ ഇല്ലാ ഉഖൂഖുൽ വാലിദൈനി ഫഇന്നഹു യുഅജ്ജിലു ലിസാഹിബിഹി ഫിൽ ഹയാതി ഖബ്ലൽ മമാതി ഔ കമാ ഖാല നബിയുനാ വസയ്യിദുനാ റസൂലുള്ളാഹി. മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരലോകത്തിലേക്കാണ് ബാക്കി വെക്കുന്നത്. അവൻ ഉദ്ദേശിച്ചാൽ അവിടെ മാത്രമേ ശിക്ഷിക്കുകയുള്ളൂ. പക്ഷേ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നത് ഒഴിച്ച് ഫഇന്നഹു യുഅജ്ജിലു ലിസാഹിബിഹി ഫിൽ ഹയാതി ഖബ്ലൽ മമാതി, അത് ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു അതിന്റെ ശിക്ഷ കൊടുത്തേ മടക്കി വിളിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ആരുമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഉമ്മമാരോടുള്ള സ്നേഹബന്ധം നാം മുടക്കാൻ പാടില്ല കേട്ടോ. മാതാപിതാക്കൾക്ക് വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നിർദ്ദേശം എന്തെന്നറിയുമോ? നമ്മുടെ വിനയത്തിന്റെ ചിറക് അവർക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കുക. നാം എത്ര വലിയവരായാലും എത്ര കൊടികെട്ടി പറക്കുന്ന വലിയായാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാതാപിതാക്കളുടെ തൃപ്തി പ്രത്യേകിച്ച് പരിശോധിക്കുന്നു. വിശിഷ്യ ഉമ്മായുടെ സ്ഥാനം വലുതാ. ഗർഭം ചുമന്നത് 10 മാസം തള്ളയ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. ഇവ 3 കാര്യം വാപ്പയിൽ ഒഴിവാണോ? ഈ 3 ത്യാഗങ്ങളുടെ പേരില് ഉമ്മാക്ക് 3 സ്ഥാനം നിങ്ങൾ അധികമായി പരിഗണിക്കണം. നബി മുഹമ്മദ് മുസ്തഫ വാപ്പായും ഉമ്മായും ഒരുമിച്ച് വിളിച്ചാൽ ആദ്യം ഉമ്മാക്കുത്തരം, വീണ്ടും വിളിച്ചാൽ ഉമ്മാക്കുത്തരം, വീണ്ടും വിളിച്ചാൽ ഉമ്മാക്കുത്തരം, 4ാമത് വിളിച്ചാൽ പിന്നെ മതി വാപ്പാക്ക് മറുപടി പറയാൻ നബി മുഹമ്മദ് മുസ്തഫ. കാരണം 3 ഡ്യൂട്ടി പ്രത്യേകമായി മാതാവ് ത്യാഗത്തോട് ചെയ്യുന്നു. ചുടാമലരും ഘനമായി തോന്നിന ദോഹര കാലത്തിൽ ചുമന്നിരിപ്പോ ദുർഭര ഗർഭം സുഖേന ജനയിത്രി. 2.5 അല്ലെങ്കിൽ 3 കിലോ ഭാരമുള്ള മാംസപിണ്ഡത്തെ മക്കളുടെ രൂപത്തിൽ പ്രിയപ്പെട്ട ഉമ്മമാരുണ്ടല്ലോ. ആ അമ്മമാര് വയറ്റിൽ പേറുന്ന മക്കളുടെ ആ പ്രത്യേകമായ ത്യാഗ അവസ്ഥ നിങ്ങൾ നോക്കണേ. ശരീരത്തിൽ ഒരു പൂവന്ന് ചൂടിയാൽ ഒരു മലയെടുത്ത് വെച്ച പ്രതീതി. ആ അവസ്ഥയിൽ പോലും മക്കളെ ചുമന്നുകൊണ്ട് അവർക്ക് വേണ്ടി സേഫ്റ്റി ബെൽറ്റായിട്ട് സ്വന്തം കൈത്തലത്തെ കൊണ്ട് എപ്പോഴും വയറിനെ പൊതിയുന്ന ഉമ്മായുടെ കരുണ എത്ര വലിയ കരുണയാ. അതുപോലെ വളരെ ത്യാഗം ചെയ്തു പ്രസവിച്ചോ, അത് കഴിഞ്ഞ് പാല് നൽകി വളർത്തി. ഈ ത്യാഗത്തിന്റെ പേരിൽ ഉമ്മാക്ക് കൂടുതൽ സ്ഥാനം കൊടുക്കണം മക്കളെ. മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ നമുക്കറിയില്ലേ? ഇബാദത്ത് കൊണ്ട് റബ്ബിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്ത അല്ലാഹുമായി വിനയം പ്രാപിച്ച വലിയമാരിലോ പ്രമുഖനായ ജുറൈജ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ കാലഘട്ടത്തിന് മുമ്പ് കഴിഞ്ഞുപോയ മഹത്തുക്കളിൽ പ്രധാനിയ ആ മഹാന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തിനോട് ഈ സംഭവം കഥിച്ചു കൊടുക്കുകയാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് ഇബാദത്തുമായി ലയിക്കാൻ വേണ്ടിയിട്ട് കാനനപാതയിൽ പ്രത്യേകമായി തയ്യാർ ചെയ്ത പർണശാലയിൽ ഇരുന്നു കൊണ്ട് റബ്ബിലേക്ക് ഇബാദത്തെടുക്കാൻ പോയ ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി പ്രിയപ്പെട്ട ഉമ്മ കാലങ്ങൾ കാത്തിരുന്ന് കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്ന് കാണാൻ കഴിയാതെ അവസാനം കാനനം താണ്ടി കാതങ്ങൾ കടന്ന് ആ പ്രിയപ്പെട്ട മകന്റെ പടിവാതിൽക്കൽ എത്തിയപ്പോ ആ പർണശാല മൂടിയിരിക്കുന്നു, അടച്ചിരിക്കുന്നു. മോനെ ജുറൈജ് എന്ന് വിളിച്ചപ്പോ മറുപടിയില്ല. പക്ഷെ അകത്ത് മകൻ എന്താ? നമസ്കാരത്തില്ല, സുന്നത്ത് നിസ്കാരത്തില്ല. ഉമ്മീ വസ്വലാത്തി, എന്റെ നമസ്കാരം, എന്റെ ഉമ്മ, ഞാൻ ആർക്ക് സ്ഥാനം കൊടുക്കണം റബ്ബേ? മറുപടി പറയാതെ മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ തുടരുകയാ. വീണ്ടും ഉമ്മ വിളിക്കുന്നു,
മറുപടിയില്ല. മൂന്നാമത് വിളിക്കുന്നു, മറുപടിയില്ല. ദേഷ്യവും സങ്കടവും കലർന്ന രീതിയിലോ ഉമ്മ ശപിക്കുകയാണ്, മോനെ ഇതിന് നീ അനുഭവിക്കുമടാ എന്ന് ശപിച്ചുകൊണ്ട് ഉമ്മ മടങ്ങി വരുന്നു. നോക്കണേ പ്രിയപ്പെട്ടവരെ, മാതാവിന്റെ മനസ്സ് നൊന്തുപോയി. കാലങ്ങൾ കഴിഞ്ഞു കിടക്കവേ ആ നാട്ടിലെ കുപ്രസിദ്ധയായ ഒരു തേവിടിച്ച് പെണ്ണ ആരോഗ്യ ദൃഢഗാത്രനായ മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ പ്രാപിക്കാൻ ആ പർണശാല തള്ളി തുറന്ന് അകത്തേക്ക് ചെന്നപ്പോ പിശാചാണ് നീ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പിടിച്ചു തള്ളി പടിയടച്ച് പിണ്ഡം വെച്ച ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ തോൽപ്പിക്കണമെന്ന് കരുതിക്കൊണ്ട് ഒരു മധുര പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ട് ആ പെണ്ണ് പോയി ഒരു ആട്ടിടനുമായി ബന്ധപ്പെട്ടു. അതിന്റെ പേരിൽ അവിഹിത ബന്ധവും പേറി ആ പെൺകൊടി ഇതാ 9 മാസവും നാഴിക വിനാഴിക പൂർത്തിയാക്കിയപ്പോ ചോര പൈതലിനെയും പെറ്റെടുത്തുകൊണ്ട് ആ കാട്ടിലേക്ക് വഴിതിരിയുന്ന 3 മുക്കിൽ വന്ന് നിന്നുകൊണ്ട് ഉറക്കെ ഉറക്കെ വിളിക്കുന്ന ജനങ്ങളെ, ഈ കുഞ്ഞിന്റെ പിതാവിനെ നിങ്ങൾക്കറിയുമോ? ആ കള്ളത്താടിക്കാരൻ കള്ളസന്യാസി ജുറൈജ. ഈ കുഞ്ഞിന്റെ ഉത്തരവാദി ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി. ജനങ്ങൾ കയ്യിൽ കിട്ടിയ വടിയും കല്ലുമായി പർണശാല ലക്ഷ്യമാക്കി പാഞ്ഞെടുക്കുന്നു. പർണശാല തല്ലി തകർക്കുന്നു. മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ പിടികൂടുന്നു. മഹാനവറുകളെ മർദ്ദിക്കുന്നു. എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ അവസരം തരൂ എന്ന് ചോദിച്ചപ്പോ അതിന്റെ അവസരം കൊടുക്കുന്നു. നമസ്കാര ശേഷം മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹു കയ്യുയർത്തി ദുആ ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്. ആ കൈക്കുഞ്ഞ് സംസാരിക്കുന്നു. ചോരക്കുഞ്ഞ് പറയുന്നു, ജനങ്ങളെ തെറ്റുപറ്റിപ്പോയി. എന്റെ ഉപ്പാരെന്നറിയുമോ? ആട്ടിടയനാ. നിങ്ങൾ മാപ്പ് ചോദിച്ചോളൂ, ഇത് മഹാനാ. മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ കാൽക്കൽ കെട്ടി വീണ് പൊട്ടിക്കരഞ്ഞ് മാപ്പ് ചോദിച്ചു ആ ജനങ്ങളെ ഒന്നടങ്കം ആശ്വാസത്തിന്റെ അമൃത മഴ കൊണ്ട് മൂടിക്കൊണ്ട് മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ ആശ്വസിപ്പിക്കണ്ട, എന്നോട് തൗബ തേടണ്ട, എന്നോട് പൊരുത്തം ചോദിക്കണ്ട. ജീവിതകാലത്തിൽ ഒരു ഉമ്മായുടെ കുരുത്തക്കേട് വാങ്ങിയ, ഒരു ശാപം വാങ്ങിയ ഒരു മകന് കിട്ടിയ ശിക്ഷയായത് എന്ന് മാത്രം നിങ്ങൾ കരുതിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് ഗുണപാഠം കൊടുത്തു എന്ന് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് മുഹമ്മദ് മുസ്തഫ. എന്ത് മനസ്സിലായി? തീർച്ചയായും ഉമ്മമാർ നമുക്ക് വേണ്ടപ്പെട്ടവർ. ഇന്ന് മാതാപിതാക്കൾ പ്രായമെത്തിപ്പോയാൽ ഡിസ്പോസിബിൾ ഗ്ലാസ് പോലെ കുടിച്ചു പോയാൽ വലിച്ചെറിയുന്ന ഗ്ലാസ് പോലെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി കുടിയിരുത്തുന്ന കാലമായി. കാലം ഗൾഫിൽ പോയി ഒരുപക്ഷെ അതിനുവേണ്ടി ഉമ്മായുടെ കാതിൽ കിടന്ന ആ അലുക്കത്തും ഒക്കെ വളരെയധികം കഷ്ടപ്പെട്ട് കിടന്ന പറമ്പൊക്കെ പണയപ്പെടുത്തി ഗൾഫിലേക്ക് വിടുമ്പോൾ അവിടെ പോയി 10 പുത്തനുണ്ടാക്കി തിരിച്ചു വന്നിട്ടോ കൊട്ടാര സഭാരമുള്ള കെട്ടിടം കെട്ടിപ്പൊക്കിയിട്ട് അതിന്റെ മൂലയ്ക്ക് ഒരു പ്രിയപ്പെട്ട തന്റെ ഉമ്മയോ ഉപ്പയോ വാർദ്ധക്യ സഹജ സാഹചര്യത്തിൽ അവിടെ ഇരുന്നു പോയി ഒന്ന് മുറുക്കി തുപ്പിയാൽ, അവിടെ ഒന്ന് വീണുപോയാൽ അതിന്റെ പേരിൽ ഛേ എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടിയിറക്കി കളയുന്ന ഈ മക്കളെ നോക്കിയിട്ട് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, വലാ തഖുൽ ലഹുമാ ഉഫിൻ. ഛേ എന്ന് പറഞ്ഞാലും അതും തീർച്ചയായിട്ടും നിങ്ങൾ ഉമ്മായോടും ഉപ്പായോടും ചെയ്യുന്ന അപരാധ. ബഹാരായ ഇമാം റാസി റഹിമഹുല്ലാഹ് വിവരിക്കുന്നു, ഛേ എന്ന് പറയുന്നതിന്റെ പരിധി എത്ര വരുമെന്നറിയോ? 30-40 ദിവസം പ്രിയപ്പെട്ട ഉമ്മയോ ഉപ്പയോ വളരെയധികം വിഷമത്തിൽ പ്രയാസത്തിൽ രോഗാതുരനായി കട്ടിലൊട്ടി ചെയ്യാവലംബനായി തന്റെ മുമ്പിലുള്ളപ്പോൾ അവരുടെ ശരീരത്തിൻ്റെതായ എല്ലാവിധ സന്ധികളും മുറുകിപ്പോയി. ശരീരം ഇതാ അതിന്റെ യഥാർത്ഥമായ രീതിയിൽ കഴിയുന്നില്ല. അതുകൊണ്ട് ഉള്ളിൽ നിന്നുമുള്ള അഴുക്കുകൾ പുറത്തു പോകുന്നില്ല. കക്കൂസിൽ പോകാനും ബുദ്ധിമുട്ടുള്ള ഘട്ടമാണ്. അങ്ങനെ അമേദ്യം അസുഖമായിട്ട് വയറ്റിൽ അടിഞ്ഞു കൂടുന്ന അവസ്ഥയിൽ 30-40 ദിവസം കഴിയുമ്പോ ആ 30-40 ദിവസം കഴിഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ വയറ്റിലുള്ള മുഴുവൻ ദുർഗന്ധങ്ങളും പുറത്തേക്ക് വമിക്കുന്ന രീതിയിൽ വിസർജിച്ചു പോകുന്ന ഉമ്മയെ ഉപ്പയെ വൃത്തിയാക്കുന്ന മോനെ, വൃത്തിയാക്കുന്ന മോളെ, ശക്തമായ ദുർഗന്ധം കാരണം നീ അറിയാതെ നിന്റെ മൂക്കിലേക്കൊന്ന് വിരൽ വെച്ച് പൊത്തിപ്പോയാൽ അതും എന്ന് പറയുന്ന ഫലത്തിലായെന്ന് പഠിപ്പിച്ച മഹത്തുക്കളോ മാതാപിതാക്കളുടെ ഗൗരവതരമായ ആ ഒരു ഹക്ക് നമ്മെ ഓർമ്മിപ്പിച്ചപ്പോ മാതാവിനെ ഉപദ്രവിച്ചാൽ ലോകം നശിക്കുമെന്ന് പഠിപ്പിച്ച അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിനെ സാർത്ഥകമാക്കിക്കൊണ്ട് എന്ന പ്രിയപ്പെട്ട മക്കൾക്ക് മാതാക്കളോട് ബന്ധമുണ്ടോ? അമേരിക്കയിലെ 60 നില ഫ്ലാറ്റ്
ജീവിതം നടത്തുന്ന 60 നിലയുടെ മുകളിലുള്ള പ്രിയപ്പെട്ട തള്ള തന്റെ പ്രിയപ്പെട്ട മാതാവ് മരിച്ചെന്ന താഴത്തെ നിലയിലുള്ള മകൻ അറിഞ്ഞത് 22 ദിവസം കഴിഞ്ഞിട്ട് ജഡം ചീഞ്ഞറിഞ്ഞ് നാറിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ വന്നിട്ട് ഇൻക്വസ്റ്റ് നടത്താൻ നേരത്താ സ്വന്തം മോൻ തിരിച്ചറിഞ്ഞത്. നോക്കണേ, ആ മാതാവ് 22 ദിവസം വരെ ജഡമായി കിടന്നിട്ടും കാണാൻ ഭാഗ്യം കിട്ടാത്ത പൊന്നുമോനെ, നിനക്കൊക്കെ ജന്മം തന്നിട്ട് എന്ത് പുണ്യമായി മാതാക്കൾക്കുള്ളത്. ആ രൂപത്തിൽ ഉമ്മായി ഉപദ്രവിക്കുന്ന കാലം വന്നാൽ കൂട്ടുകാർക്ക് സ്ഥാനം കൊടുത്ത് പിതാക്കളെ ഔട്ടാക്കുന്ന കാലം വന്നാൽ അതും ഖിയാമത്തിന്റെ അടയാളമെന്ന് നബി മുഹമ്മദ് മുസ്തഫ